അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി ഇന്ന് കോളേജിൽ തെളിവെടുപ്പ് നടത്തും. സർവകലാശാല ഗവേണിംഗ് കൗൺസിൽ അംഗം മേജർ ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. ഡോക്ടർ റാമിനെ പുറത്താക്കുന്ന ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളിലും നടപടി ഉണ്ടാകുന്നതുവരെ ക്ലാസ് ബഹിഷ്കരിച്ചുള്ള സമരം തുടരുകയാണ് അവസാന വർഷ വിദ്യാർത്ഥികൾ. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും കോളേജിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇത്തരത്തിൽ നടപടികളോ ഇതുമായി ബന്ധപ്പെട്ട പുറത്താക്കലോ ഒന്നുമല്ല. ഈ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം വളരെ കൃത്യമായി. ഇവരെ കണ്ടുപിടിക്കണം. ഇവരൊളിവിലാണ്, രണ്ട് അധ്യാപകരും. അവരെ പിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സാധിക്കുകയും ചെയ്യും. അർഹമായ ശിക്ഷയും നൽകണം നിയമപരമായി തന്നെ. ഈ സസ്പെൻഷനൊക്കെ അത് വെറും ഒരു പടം മാത്രമാണ്. വീണ്ടും സർവീസിലേക്കൊക്കെ അവർക്ക് തിരിച്ചെത്താം. എന്താണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം? ഇവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ടോ? രഞ്ജിത്തെ, നിതിൻ രാജ് മരണപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 6 ദിവസമാകുന്നു. ഇതിൽ ഒരു പ്രതികളെ പോലും ഇതുവരെ പോലീസ് പിടികൂട്ടിയിട്ടില്ല. അതായത് ഇതിൽ ആത്മഹത്യാ ശ്രമം, അതുപോലെ SC/ST അതിക്രമം തടയൽ നിയമപ്രകാരമൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ റാം, അതുപോലെ തന്നെ സംഗീത, ഈ 2 പേർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ഇവർ അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിൽ ശ്രമിക്കുന്നതായി വിവരമുണ്ട്. ഏതായാലും ഇത്രയും ദിവസം ഇവർ കാണാമറത്ത് തന്നെയാണ്. ഇയാൾ കർണാടക സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് കടന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനിടയിലാണ് ഇയാൾക്ക് കുരുക്ക് മുറുകുന്ന രീതിയിൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി രംഗത്ത് വരുന്നത്. ഇവരും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ കോളേജിൽ ഇത് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഈ ഒരു കുട്ടികൾക്കുള്ള മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായ പീഡനമൊക്കെ നടക്കുന്നുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്തെത്തിയത്. പലരും ഭയം കാരണം ഇതൊന്നും പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. അത് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. ഏറ്റവും ഒടുവിലാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, വിദ്യാർത്ഥികളുടെ ശബ്ദങ്ങൾ അവിടെ വന്നത്. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ ഇന്ന് കാര്യമായ നീക്കങ്ങൾ ഉണ്ടായേക്കാം. അത് ഏതെങ്കിലും ഇന്ന് നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ ആ കാര്യം പറയാം. ഇതിനിടയിൽ തന്നെ ആരോഗ്യ സർവകലാശാല സമിതി അംഗങ്ങളുടെ തെളിവെടുപ്പിനുണ്ട്. അതായത് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായി ഈ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടു. മാത്രമല്ല ഈ കോളേജിന്റെ അംഗീകാരം പോലും റദ്ദാക്കിയേക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്രത്തോളം കാര്യങ്ങൾ, അത്രത്തോളം പ്രശ്നങ്ങൾ ഈ കോളേജിൽ ഉണ്ട് എന്നാണ് വാസ്തവം. എന്തായാലും ഈ സമിതി അംഗങ്ങൾ പ്രധാനമായും ഈ വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുക്കും. അതോടൊപ്പം അധ്യാപകരുടെ മൊഴിയെടുക്കും. ഈ ജീവനക്കാരുടെ, കോളേജിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത് 10 മണിയോടുകൂടി ഈ സംഘം ഇവിടെ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നിതിന്റെ സഹപാഠികൾ അവർക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല, അവധിയായിരുന്നു. ഇന്ന് ആ വിദ്യാർത്ഥികളെല്ലാം കോളേജിലെത്തുന്നു. അതോടൊപ്പം ഇവരുടെ രക്ഷിതാക്കളും ഇന്ന് കോളേജിലെത്തുന്നുണ്ട്. ഏതായാലും അവസാന വർഷ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകരെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ പുറത്താക്കുമെന്നൊക്കെ വിവരങ്ങൾ വന്നിരുന്നു, വാർത്തകൾ വന്നിരുന്നു. പക്ഷേ മാനേജ്മെന്റും പ്രിൻസിപ്പാളും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്ന ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. മാനേജ്മെന്റ് പ്രതിനിധികൾ ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോളേജിൽ വിദ്യാർത്ഥികളുമായി അവർ ചർച്ച നടത്തും. വിദ്യാർത്ഥികൾ പറയുന്നത് ഇത് പുറത്താക്കുന്നത് ഒരു കാര്യം മാത്രം, മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് മാനേജ്മെന്റുമായി ചർച്ച ചെയ്യണമെന്നാണ്. ഈ സമയം വരെ നിലവിലുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊന്നും ഈ മാനേജ്മെന്റിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇവരാരും ഇവരെ കണ്ടിട്ട് പോലുമില്ല എന്നതാണ് അത്ഭുതം ജനിപ്പിക്കുന്ന സംഭവം. ഏതായാലും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂൽ സ്വദേശിയാണ് ഇതിന്റെ ട്രസ്റ്റ് ചെയർമാൻ. ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത്. ഇദ്ദേഹം ഈ കോളേജുകൾ ഒന്നും എത്താറില്ല. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അംഗീകാരം റദ്ദായി ഇപ്പോൾ BDS ക്ലാസ് മാത്രമായി ഇപ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒതുങ്ങിയെന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കുടുംബം വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു മരണത്തിൽ ഈ ഒരു ലോൺ ആപ്പ് മാത്രമുള്ള ഒരു പ്രശ്നമായി അത് ഒതുക്കാൻ ഒരു ശ്രമം നടക്കുന്നു. അതല്ല പ്രശ്നം. നിതിൻ മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതിന്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്ന ഒരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരിക്കുന്നു. സഹപാഠികളും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് കൂടുതൽ സഹപാഠികളുടെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. അവരൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അവരൊന്നും ഇതുവരെ അവധിയായതുകൊണ്ട് തന്നെ പുറത്തു വന്നിട്ടില്ല. പിന്നീട് ഇവർക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികളായതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ അവിടെ തുടർന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പലിനെതിരെയോ ഒക്കെ പ്രതികരിച്ചാൽ അത് ഇവരുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ഈ പ്രതികരണങ്ങൾ വളരെ കുറവായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. രക്ഷിതാക്കൾക്ക് ഉപയോഗിക്കുന്നു, അവർക്കൊരു ഉറപ്പ് നൽകണം, അവർക്കൊരു ഉറപ്പ് കിട്ടണം. അതായത് ഈ ഒരു വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം, അതോടൊപ്പം നിതിൻ രാജിന് എന്ത് സംഭവിച്ചു എന്ന കാര്യം, അത്തരം പ്രതികരണങ്ങളെല്ലാം ഒന്നും ഉണ്ടായേക്കാം. ഇതിനിടയിൽ പ്രതിഷേധവും ഇന്ന് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇന്ന് എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചുണ്ട്. അതോടൊപ്പം യൂത്ത് ലീഗിന്റെ മാർച്ച് കമ്മീഷണർ ഓഫീസിലേക്കുണ്ട്. ഇങ്ങനെ പ്രതിഷേധവും ഒരു ഭാഗത്ത് ശക്തമാവുന്നു. അതോടൊപ്പം ഈ ഒരു പോലീസ് അന്വേഷണത്തിൽ ഇന്ന് നിർണായക വിവരങ്ങൾ ഒരുപക്ഷെ പുറത്തുവിട്ടേക്കാം. ഇതുവരെ CCTV ദൃശ്യങ്ങൾ, അതായത് നിതിൻ അവസാനമായി പ്രിൻസിപ്പളും അതുപോലെ ലത എന്ന് പറയുന്ന അധ്യാപികയും മറ്റൊരു അധ്യാപികയും ഒരുമിച്ചിരുന്ന് അവസാനമായി സംസാരിക്കുന്ന 35 മിനിറ്റ് ദൈർഘ്യമുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചതെങ്കിൽ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് പോകുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഒരു സമയത്തിന്, അതായത് 10 മിനിറ്റിന് ശേഷം നിതിൻ ആത്മഹത്യ ചെയ്തു. എന്താണ് അവിടെ നടന്നതെന്ന് സംബന്ധിച്ച് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.